നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും നടൻ ധർമ്മജനെയും പോലീസ് ചോദ്യം ചെയ്തു. പൾസർ സുനിയുമായുള്ള ചില ഫോട്ടോകൾ കാണിച്ച് സുനിയെ അറിയുമോ എന്ന് പോലീസ് ചോദിച്ചതായി ധർമ്മജൻ പറഞ്ഞു. ആലുവ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തിയാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. പൾസർ സുനിയെ കൂടാതെ ആരോപണ വിധേയരായ ദിലീപും നാദിർഷയുമായും ബന്ധമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരുടെയും അടുത്ത സുഹൃത്തും നടനുമായ ധർമ്മജൻ ബോൾഗാട്ടിയെ 2 മണിക്കൂറോളം ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്തു. പൾസർ സുനി ധർമ്മജനൊപ്പം നിൽക്കുന്ന ചിത്രം കാണിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പൾസർ സുനിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പിന്നീട് ധർമ്മജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒന്നുമില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയം മാത്രമേ ചോദിച്ചുള്ളൂ. നമ്മൾ ഇത്ര സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് ആ സിനിമ സെറ്റുകളിൽ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം ചോദിച്ചുള്ളൂ. ദിലീപിന്റെ അനുജൻ അനൂപിനെയും പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി 4 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷന്റെ ചുമതല അനൂപിനാണ്. കൂടാതെ ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നോക്കി നടത്തുന്നതും അനൂപാണ്. ഈ സാഹചര്യത്തിലാണ് അനൂപിൽ നിന്നും പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. കേസിന് ഭൂമി ഇടപാടുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും അന്വേഷണം കൂടുതൽ സിനിമാക്കാരിലേക്ക് വ്യാപിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലായിരുന്ന പൾസർ സുനിയെ അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി. സുനിയുടെ മൊഴി രേഖപ്പെടുത്തി വരുന്നു. കാക്കനാട് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ സുനി നൽകിയ മൊഴിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയ സുനിയെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. രാവിലെ 11 മണിയോടെയാണ് പൾസർ സുനിയെ കാക്കനാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത ശേഷമാണ് കോടതിയിൽ എത്തിച്ചത്. തുടർന്ന് 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടുവെങ്കിലും 5 ദിവസത്തേക്ക് കോടതി കസ്റ്റഡി അനുവദിച്ചു. തുടർന്ന് കാക്കനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി വരുന്നു. ഇൻഫോ പാർക്ക് സിഐ പി രാധാമണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മൊഴിയെടുക്കുന്നത്. നേരത്തെ പൾസർ നൽകിയ മൊഴിയും അതിനുശേഷം ജയിലിനുള്ളിൽ നിന്ന് നടത്തിയ ഫോൺ കോളുകളെയും കുറിച്ചാണ് പ്രധാനമായും മൊഴിയെടുക്കുന്നത്. നേരത്തെ പൾസറിനെ ചോദ്യം ചെയ്ത ടീമിനെ മാറ്റിയാണ് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ പുതിയ ടീം മൊഴി രേഖപ്പെടുത്തി വരുന്നത്. ഇതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം സുനിയെ ചോദ്യം ചെയ്യും. ദിലീപിന്റെ മാനേജരും മറ്റുള്ളവരിൽ നിന്നും മൊഴികളും പൾസറിന്റെ മൊഴിയും തമ്മിലുള്ള ബന്ധമാണ് പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. മൊഴി രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലേക്ക് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് പൾസർ സുനിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, എറണാകുളം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും തെറ്റ് ചെയ്ത ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസുകൾ അന്വേഷിക്കാൻ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അവർക്ക് ധൈര്യമായി മുന്നോട്ടു പോകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എത്ര വലിയ മീനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ വലയിൽ വീഴുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. അമ്മ പിരിച്ചുവിടണമെന്ന പ്രതികരണം മാനസിക വിഷമമുണ്ടാക്കിയ ഇന്നസെന്റ്. അമ്മ നടിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെന്ന് പറയാനാവില്ല. ഇരിയുടെ ഭാഗത്ത് തന്നെയാണ് എല്ലാവരും. അമ്മയുടെ അംഗങ്ങളുടെ മോശമായ പ്രതികരണത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഇന്നസെന്റ് പ്രതികരിച്ചു. അന്ന് അവിടെ പെട്ടെന്ന് 2 പേര് എഴുന്നേറ്റ് നിന്ന് ഇത്തിരി മോശമായ രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അത് അവരുടെ ഒരു ആവേശം കയറിയതാണ്. മോശം എന്ന് പറഞ്ഞാൽ അവർ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ ആവേശം അതൊരു മോശമായിട്ട് പലർക്കും തോന്നാൻ വിരോധമില്ല. അത് എന്തായാലും മോശം. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മൾ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്തിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടല്ല, അവരെല്ലാവരും കൂവി. മനസ്സിലായി? അതിന് ഞാൻ തെറ്റ് ചോദിക്കുക, മാപ്പ് ചോദിക്കുകയാണ്. ഇതെന്താ വെച്ചാൽ ഇപ്പം എന്നോട് വലിയ വിഷമം തോന്നരുത്. ആ കള്ള വാർത്ത പ്രചരിപ്പിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല, എന്തെന്ന് വിചാരിച്ചിട്ടില്ല, വിചാരിക്കണില്ല എന്തെന്ന് ഞാൻ രാജിവെക്കണമെന്നുള്ളത്. അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ക്രോളിങ് പോകുമ്പോൾ ഇന്നസെൻ്റ് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ ഒന്ന് ആലോചിക്കണം, അതൊരു ശരിയായിട്ടുള്ള മാർഗമാണോ എന്നുള്ളത്. അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന്റെ നിലപാടിനെതിരെ വനിതാ സംഘടനയായ വിമൺ ഇൻ സിനിമ കളക്ടീവ് രംഗത്ത്. ചലച്ചിത്ര മേഖല ലൈംഗിക പീഡന വിമുക്ത മേഖലയാണ് എന്ന മട്ടിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയോട് വിയോജിക്കുന്നതായി WCC. സമൂഹത്തിലുള്ള മേൽക്കീഴ് അധികാരബന്ധങ്ങൾ അതേപടി സിനിമയിലും ആവർത്തിക്കപ്പെടുന്നുണ്ടെന്നും WCC ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു.
മലയാള സിനിമയിൽ പഴയകാലത്തെ പോലെ ഇപ്പോൾ നടികൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ലെന്ന അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന്റെ വിശദീകരണത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് രംഗത്തെത്തിയത്. ഇന്നസെന്റിന്റെ വാദം തീർത്തും തെറ്റാണ്. അതിനോട് ഞങ്ങൾ പൂർണ്ണമായും വിയോജിക്കുന്നു. നിലവിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ അതേപടി പ്രതിഫലിക്കുന്ന മേഖലയാണ് സിനിമയും. അവസരങ്ങൾ ചോദിച്ച് ഈ മേഖലയിലേക്ക് കടന്നുവരുന്ന പുതുമുഖങ്ങളിൽ പലരും പലതരം ചൂഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നതും അധികാരഘടന വളരെ ശക്തമായി ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണെന്നും WCC കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വസ്തുതകളെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം പ്രസ്താവനകളെക്കുറിച്ച് ചലച്ചിത്ര മേഖലയിലുള്ളവർ തന്നെ ജാഗ്രതരാകണമെന്ന് WCC ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. എന്തിന് ഞങ്ങളുടെ സഹപ്രവർത്തകരായ ചിലർ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് ഉറക്കെ സംസാരിച്ചതും ഈ അടുത്ത കാലത്താണ്. പാർവതി, ലക്ഷ്മി റായ് തുടങ്ങിയ നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അനുഭവങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നതും WCC ഓർമ്മിപ്പിക്കുന്നു. സർക്കാർ നിയമിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുമെന്ന പ്രതീക്ഷയുമായാണ് വിമൻ ഇൻ കളക്ടീവ് സിനിമയുടെ FB പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ്ണു പ്രണോയ് കേസിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിച്ചതിനെതിരെ KPCC രാഷ്ട്രീയകാര്യ സമിതി വിശദീകരണം ചോദിക്കും. ഐക്യകണ്ഠേനയായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനം. കെ സുധാകരന്റെ നിലപാടിനെതിരെ പാലക്കാട് DCCയും യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. ജിഷ്ണു പ്രണോയ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച കെ സുധാകരനെതിരെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സുധാകരനിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. രാവിലെ യോഗം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ സുധാകരന്റെ നിലപാട് സംബന്ധിച്ച വിഷയം ഉന്നയിക്കപ്പെട്ടു. കോൺഗ്രസ് നിലപാടിന് വിരുദ്ധ നിലപാട് സ്വീകരിച്ച സുധാകരനെ അനുകൂലിക്കുവാൻ യോഗത്തിൽ ആരുമുണ്ടായില്ല. സുധാകരന്റേത് വ്യക്തിപരമായ നിലപാട് മാത്രമാണെന്ന് ചെന്നിത്തല പിന്നീട് പ്രതികരിച്ചു. ജിഷ്ണു പ്രണോയിയുടെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയും UDFും എടുത്തിട്ടുള്ള മുൻ നിലപാടിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സുധാകരൻ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം വ്യക്തിപരമായി ചർച്ച ചെയ്ത കാര്യമാണ്. സുധാകരനെതിരെ പാലക്കാട് DCC KPCCക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ജില്ലയിലെ കോൺഗ്രസുകാരെ മുഴുവൻ അപമാനിച്ചതിന് തുല്യമായ പ്രവർത്തനമാണ് സുധാകരനിൽ നിന്നും ഉണ്ടായതെന്നാണ് DCCയുടെ നിലപാട്. യൂത്ത് കോൺഗ്രസും സുധാകരനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവ കൂടി കണക്കിലെടുത്താണ് വിശദീകരണം ആവശ്യപ്പെടാൻ KPCC തീരുമാനിച്ചത്. ജിഷ്ണു പ്രണോയിയുടെ ഭരണവുമായും നെഹ്റു കോളേജുമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസും UDFും സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല. ശ്രീ സുധാകരൻ പാർട്ടിയോട് ആലോചിക്കാതെയോ ചർച്ച ചെയ്യാതെയാണ് അവിടെ മധ്യസ്ഥ ശ്രമത്തിന് പോയത്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനോട് പാർട്ടി യോജിക്കുന്നില്ല. ഈ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടാനും മധ്യസ്ഥതയ്ക്ക് പോകാനും പാടില്ലായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. ഇതേക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശദീകരണം അറിയാൻ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ്ണു കേസിൽ മധ്യസ്ഥത വഹിക്കാൻ കെ സുധാകരൻ എത്തിയത് കേസ് അട്ടിമറിക്കാനാണെന്ന് ജിഷ്ണുവിന്റെ കുടുംബം. കേസെടുക്കണമെന്ന് ജിഷ്ണുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. കൈക്കൂലി വാങ്ങി കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും വ്യാജ ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിയതിൽ സുധാകരന് പങ്കുണ്ടെന്നും ജിഷ്ണുവിന്റെ കുടുംബം ആരോപിച്ചു. കോൺഗ്രസ് നേതാവ് കെ സുധാകരനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായാണ് ജിഷ്ണുവിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ജിഷ്ണുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാൻ സുധാകരൻ ശ്രമിക്കുന്നു. വ്യാജ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടാക്കിയതിൽ സുധാകരന് പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതായും സുധാകരനെതിരെ കേസെടുക്കണം എന്നുമാണ് ജിഷ്ണുവിന്റെ മാതാപിതാക്കളുടെ ആവശ്യം. ഷക്കീറോട് കേസിൽ നിന്ന് പിന്മാറാൻ സുധാകരൻ പറയാൻ സുധാകരൻ കോടതിയൊന്നുമല്ല. കെ സുധാകരനെതിരെ കേസെടുക്കണം. കൃഷ്ണദാസ് ജാമ്യത്തിലിറങ്ങിയത് കാരണമാണ് കേസിലെ തെളിവുകളെല്ലാം നശിപ്പിക്കാനും സ്വാധീനിക്കാനുമുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണദാസിന്റെ ജാമ്യം കോടതി റദ്ദ് ചെയ്യണം. പിന്നെ വ്യാജമായ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതിലും സുധാകരന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിനെ രക്ഷിക്കാനും ചെർപ്പുളശ്ശേരിയിലെ വിദ്യാർത്ഥി ഷഹീൻ ഷഫീഖിന്റെ പരാതി പരിഹരിക്കാൻ ഇടനിലക്കാരനായി നിന്നതും തെറ്റാണ്. പരാതി പിൻവലിക്കണം എന്ന് പറയാൻ സുധാകരൻ കോടതിയാണോ എന്നും ജിഷ്ണുവിന്റെ കുടുംബം ചോദിക്കുന്നു. കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീറാം വെങ്കിട്ടരാമനെ എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ഡയറക്ടറായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട് സബ് കളക്ടർ പ്രേംകുമാർ ദേവികുളം സബ് കളക്ടറാകും. ശ്രീറാമിനെ മാറ്റിയതിൽ തെറ്റില്ലെന്നും ഒരു ഉദ്യോഗസ്ഥൻ എവിടെയെങ്കിലും ഇരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് കരുതരുതെന്നും ഇ ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. കൃഷിവകുപ്പ് ഡയറക്ടറായി പി ഷീലയെയും പുകഴേന്തിയെ മിൽമ MD ആയി നിയമിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി.